DS0 സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇതൊരു മൂവി റിവ്യൂ അല്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇനി ഇതും പറഞ്ഞിട്ട് എൻ്റെ നെഞ്ചത്ത് കയറാൻ വരും. എനിക്ക് പേഴ്സണലി സിനിമ കണ്ടിട്ട് ഓക്കെ എന്നുള്ളൊരു ഫീൽ തന്നോളൂ. മേക്കിംഗ് വൈസ് സാധനം ഇവിടെയാണ്, കഥയിൽ എവിടേക്കോ ഒരിത്, ഇത്രയേ ഉള്ളൂ. ഇടയ്ക്ക് 2-3 സീനൊക്കെ കിട്ടലുമായിരുന്നു. അല്ലാതെ നോക്കുമ്പം നമ്മളിപ്പോൾ മലയാളത്തിലുള്ള ഹൊറർ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പം കൊള്ളാം. എന്നാലും എനിക്ക് ഒമ്പതെന്നും പറഞ്ഞുള്ളൊരു ഫീലൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഓക്കെ, കാണാൻ പറ്റും, വൺ ടൈം കാണാൻ പറ്റിയൊരു ഹൊറർ സിനിമ. അല്ല എക്സ്ട്രീമായിട്ട് കിട്ടിലുമായിട്ടുള്ള 2 സീനുകളുണ്ട്, അതും എടുത്ത് പറയേണ്ടതാണ്. വരുന്നു പ്രണവ് മോഹൻലാലിൻ്റെ ബാക്കിയുള്ള സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പം ഇത് സൂപ്പർ ആക്ടിങ് ആണ്. പിന്നെ അതിൽ പോറ്റി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, അയാളുടെ പേര് ഞാൻ മറന്നുപോയി. ഇങ്ങേരുടെ അഭിനയം കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നി. സിറ്റുവേഷനിൽ ഇങ്ങനെ ഉരുട്ടി എന്തോ വലിയ ബിൽഡപ്പ് ഇടുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നി. എൻ്റെ എക്സ്പെക്റ്റേഷൻ കൂടിപ്പോയോണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു, കിടിലൻ പടമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയി കണ്ടത്. ഞാൻ ഈ സിനിമ കണ്ടത് ഏരീസ് പ്ലക്സിൽ ഓടി 1-ൽ നിന്നാണ്. ഫസ്റ്റ് ഓപ്പണിംഗ് ഷോ രാത്രി 9 മണിയായിരുന്നു. ഓരോരുത്തരൊക്കെ കണ്ടിട്ട് റിവ്യൂ കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ പൊന്നിയെ കിടിലൻ പടം കത്തിക്കണം എന്നൊക്കെ പറഞ്ഞ്. എനിക്കങ്ങനെ പേഴ്സണലി ഒന്നും തോന്നിയില്ല. പിന്നെ ഹൊറർ പടമായിട്ട് പോലും കൈയടിക്കാനുള്ള കുറേ സീനുകളുണ്ടായിരുന്നു. ഓൾ സിനിമയിൽ എനിക്ക് 2 സീനാണ് ഇഷ്ടപ്പെട്ടത്. അതൊന്ന് ഡ്രസ്സിൽ നിന്ന് വീഴുന്നൊരു സീനും പിന്നെ ഒരെണ്ണം വെട്ടണ ഒരു സീനും ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോവും. ആ 2 സീന് കിട്ടില്ലെന്ന് പറഞ്ഞാൽ വിഷയം സാധനം. പക്ഷെ ബാക്കിയൊക്കെ മേക്കിംഗ് ക്വാളിറ്റിയിൽ പിടിച്ചു നിന്നാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കഥയായിട്ട് എനിക്ക് അങ്ങനെ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ വലിയ ബിൽഡപ്പിൽ വന്നിട്ട് എന്നായിപ്പോയതുപോലൊരു ഫീല്. എൻ്റെ ഒന്ന് മിസ്റ്റേക്ക് എനിക്ക് തോന്നിയതാണ്. മിസ്റ്റേക്ക് എന്നല്ല പറയുന്നത്, സിനിമയിലെ കുറച്ച് സീനുകളെടുത്ത് ഞാൻ പറയുകയാണ്. സ്പോയിലറാണ്, വേണേൽ സ്കിപ്പ് ചെയ്യാം. ഒരു സീനിൽ പ്രണവ് മോഹൻലാലിൻ്റെ തലയ്ക്ക് അടിയിട്ടിട്ട് തറയിൽ വീഴുന്നൊരു സീനുണ്ട്. ഒറ്റയടിക്ക് ബോധം പോയി തറയിൽ കിടക്കും. എന്നിട്ട് ഒരമ്മച്ചി ഇരുന്ന് കുറേ കഥയൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ ബോധമില്ലാതെയൊക്കെ കേൾക്കും. കുറേ കഴിഞ്ഞ് അമ്മച്ചി പോയിട്ട് പ്രണവ് മോഹൻലാൽ എഴുതിയില്ല. പോറ്റി വന്നിട്ട് തട്ടി വിളിക്കുമ്പോൾ പ്രണവ് മോഹൻലാൽ ചാടി കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇതിനേക്കാളും വലിയ 2-3 അടി പ്രണവ് മോഹൻലാലിന് കിട്ടും. എന്നിട്ട് പ്രണവ് മോഹൻലാലിൻ്റെ ബോധം പോകില്ല. പിന്നെ അവിടെ ഒരു ഡെഡ് ബോഡിയുടെ സീനുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിലൊരു ഡെഡ് ബോഡി കിടക്കണമെങ്കിൽ അതിൻ്റെ സ്മെല്ല് വീട്ടിൽ വരുന്നവരും തൊട്ടടുത്ത് വീട്ടിലുള്ളവരും അറിയും. അത് ഈ സിനിമയിൽ ഒരിടത്തും അറിയുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ഡെഡ് ബോഡിയുടെ അടുത്ത് വരുമ്പം ഇവർ കിണ്ടി മറിക്കുമ്പം ആ ഒരു സ്മെല്ല് വരുന്നതായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട്. അല്ലാതെ സ്മെല്ല് വരില്ലേ? എനിക്ക് എൻ്റെ സംശയമാണ്. ഒന്നുമില്ല, ഇതിനേക്കാളും വലിയ മണ്ടത്തരങ്ങളൊക്കെ ഓരോ സിനിമയിൽ നടക്കുന്നുണ്ട്. ജസ്റ്റ് എനിക്കൊന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എവിടെയൊക്കെ ഒരു ഇൻകംപ്ലീറ്റ് ഫീലുണ്ട്. എന്തൊക്കെയോ ചെയ്ത് പെട്ടെന്ന് അങ്ങ് തീർത്ത പോലൊരു ഫീല്. ആ ഒരു സംഭവം കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്യായിരുന്നു, ചുരുക്കി കളഞ്ഞു. എനിക്ക് എൻ്റെ ഒപ്പീനിയൻ പറയാൻ ആരുടെ അനുവാദം വേണ്ടല്ലോ. ഞാൻ കാശ് കൊടുത്ത് കണ്ടു, എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ പറഞ്ഞല്ലോ, ഇത് റിവ്യൂ അല്ല, ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് കാണണം തോന്നി നിങ്ങൾ പോയി കാണുക, മറ്റുള്ളവർ റിവ്യൂസ് കേൾക്കുക. സിനിമയ്ക്ക് വിട്ട് എനിക്കുണ്ടായ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഒന്ന്, ഞാൻ ഏറ്റവും ഫ്രണ്ടിലാണ് എടുത്തത്. എനിക്ക് തോന്നുന്നു ഒരു 90% മോഹൻലാൽ ഫാൻസ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഈ തിയേറ്ററിൽ സ്നാക്സ് കഴിക്കുന്ന പരിപാടി ബാൻ ചെയ്യണം. പിന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന തൊട്ടടുത്തിരുന്ന് കർമുറ പോപ്കോൺ വലിച്ചു കയറി തിന്നത് സഹിച്ച് ഒരു 10-15 മിനിറ്റ് സഹിച്ച്. തീർന്നില്ലെങ്കിൽ ഞാൻ വല്ലതും പറയുമായിരുന്നു. അങ്ങനെയായിരുന്നു. ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വായിലിട്ട് ചവച്ചിരിക്കുന്നത്, അതും വലിയൊരു ബോക്സ്. ഇതൊക്കെ എപ്പോൾ ചവച്ച് തീരാനാണ്? കുറേയൊക്കെ ഞാൻ ക്ഷമിച്ചത്. അത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. ഒന്നാമത് എല്ലാവരും സൈലൻ്റായിട്ട് ഇരിക്കുമ്പോഴാണ് അവിടെ ഇരുന്ന് കർമുറ ചവയ്ക്കുന്നത്. ഈ കോഫി കയറ്റരുതെന്ന് പറയുന്ന പോലെ ഈ പോപ്കോണും തിന്നണ സാധനങ്ങളും തിയേറ്ററിൻ്റെ പുറത്താക്കണം. ഇവരൊക്കെ സിനിമ കാണാനാണോ തിന്നാനാണോ വരണതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതുപോലെ ഈ തിയേറ്ററിൻ്റെ അകത്ത് കുറച്ചൊക്കെ മാനേഴ്സ് ആവാം. ഇതൊക്കെ എന്നാണ് ഇനി പഠിക്കുന്നത്? ഈ പോപ്കോൺ ഇങ്ങനെ കർമുറ ചവയ്ക്കുമ്പോൾ അവർക്ക് സ്വയം ഒരു ബോധം ഇല്ലയോ, എന്താ അടുത്തിരിക്കുന്ന ആൾക്ക് ഡിസ്റ്റർബൻസ് ആവും എന്നുള്ളൊരു ബോധം പോലും ഇല്ല. കോമഡി, വലതുവശത്ത് കുറച്ച് പേരിരുന്ന് പോപ്കോൺ ഞമ്മണം, അതിൻ്റെ സൗണ്ട് ഇവിടെ. ഇടതുവശത്ത് സിനിമയ്ക്ക് വന്നിട്ട് ഇയർപോഡും വെച്ച് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു. സിനിമ അവിടെ കിടക്കണ ഇയർഫോണും വെച്ച് സംസാരിക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കിരുന്നാണ് ഞാൻ സിനിമ കണ്ടത്. അപ്പോൾ എക്സ്പീരിയൻസും വളരെ മോശമായിരുന്നു. 2, ഇത് സിനിമ കണ്ട് വെളിയിറങ്ങി വരുന്നു. ഒരുത്തൻ എന്തോ അവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് മോഹൻലാൽ മരിച്ച് എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോകുന്നു. മോഹൻലാൽ പടത്തിൽ മരിച്ച് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ്. വേറെ ഒരുത്തൻ വന്നിട്ട് അവൻ്റെ തോളെ പിടിച്ച് വലിച്ചിട്ട് എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോഹൻലാൽ മരിച്ചെന്ന്. ലാലേട്ടൻ്റെ കാര്യം നമ്മളെ നോക്കിക്കോളാം, നീ പറയണ്ട കേട്ടോ, സിനിമ വന്നാൽ കണ്ടിട്ട് മിണ്ടാതെ പൊക്കോളും എന്നും പറഞ്ഞ് തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞ് ചെറുക്കൻ്റെ തലയിൽ അവയിട്ട് അടിച്ച്. ചെറുക്കൻ അത് പിടിച്ചില്ല. ചെറുക്കൻ തിരിച്ച് കിടന്ന് ചൂടായി.
രണ്ടും കൂടെ കിടന്നടി. ലാലേട്ടനെ പറയാറായടാ. ലാലേട്ടനെ പറയണത് ഫാൻ ഷോ ആണിത്. ഫാൻ ഷോയിൽ വന്ന് കിടന്ന് ലാലേട്ടനെ പറയണത് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞ് ഒമ്പോ ഇവനൊക്കെ തുടങ്ങി അവിടെ നിന്ന്. പിന്നെ അടിയന്തരായെന്ന് ഞാൻ അറിഞ്ഞില്ല. താഴെ വന്നിട്ട് എന്തിനൊക്കെ സംസാരം നടക്കണതാണ്. അങ്ങേര് സിനിമയിൽ ഒരു ഇതുമില്ല. എന്നിട്ട് ചുമ്മാ അങ്ങേരെ പേരും പറഞ്ഞ് കിടന്ന് അടി ഉണ്ടാക്കിയാണ്. ഇപ്പോൾ ലാലേട്ടൻ ഫാൻസ് എന്നല്ല, ഏത് ഫാൻസായാലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത്ര മെച്യൂരിറ്റി ഇല്ലാതെ ആരെങ്കിലും ലാലേട്ടനെ പറഞ്ഞൊന്നും പറഞ്ഞ് അടിക്കാനും കൊല്ലാനും ഒക്കെ നിൽക്കുന്ന സ്വഭാവം ഭയങ്കര മെച്യൂരിറ്റി ഇല്ലായ്മയാണ്. ഞാനിപ്പോൾ റിവ്യൂ ഉണ്ടായാലും എന്ത് കണ്ടാലും ഞാൻ ട്രെയിലർ കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോകുന്നത്. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞാൻ സിനിമയ്ക്ക് പോകും. ഒരുത്തിൻ്റെ റിവ്യൂ ഞാൻ കേൾക്കാറില്ല. അപ്പം നിങ്ങളും അതേപോലത്തെ ഒരു ചൂസ് ചെയ്യുക. കാരണം എല്ലാവർക്കും ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് പറഞ്ഞു, അത് നിങ്ങൾക്ക് ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കാം. അതുകൊണ്ട് എൻ്റെ ഒപ്പീനിയൻ കേട്ടിട്ട് സിനിമയ്ക്ക് ഇരിക്കാതെ പോകണം എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങളുടെ കാശ്, നിങ്ങളുടെ സമയം. എനിക്ക് അതിലൊരു വിഷയമില്ല. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.